ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 15. ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് സാംസൺ ഭാര്യയെ സന്ദർശിക്കാൻ വന്നപ്പോൾ കൂടെയുണ്ടായിരുന്നത് ഒരാട്ടിൻകുട്ടി. ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഭാര്യയെ സന്ദർശിക്കാൻ ഒരാട്ടിൻകുട്ടിയുമായി വന്ന സാംസനെ തടഞ്ഞതാര്? ഭാര്യാപിതാവ്. സാംസൺ ഭാര്യയെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഭാര്യാപിതാവ് ചെയ്തതെന്താണ്? സാംസന്റെ ഭാര്യയെ സാംസന്റെ കൂട്ടുകാരന് കൊടുത്തു. സാംസന്റെ ഭാര്യയെ സാംസന്റെ കൂട്ടുകാരന് ഭാര്യയായി കൊടുത്തതിനാൽ ആരെ സ്വീകരിക്കാനാണ് ഭാര്യാപിതാവ് സാംസനോട് അഭ്യർത്ഥിക്കുന്നത്? സാംസന്റെ ഭാര്യയുടെ ഇളയ സഹോദരിയെ. ഫിലിസ്ത്യയായ ഭാര്യയെ നഷ്ടപ്പെട്ട സാംസൺ ഇപ്രാവശ്യം താൻ ആരോടാണ് എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് തന്റെ കുറ്റമായിരിക്കുകയില്ലെന്ന് വ്യക്തമാക്കുന്നത് ഫിലിസ്ത്യരോട്. ഫിലിസ്ത്യരോട് അതിക്രമം പ്രവർത്തിച്ചാൽ അത് തന്റെ കുറ്റമായിരിക്കുകയില്ലെന്ന് വ്യക്തമാക്കുന്ന സാംസൺ എത്ര കുറുനരികളെയാണ് പിടിച്ചത്? 300. 300 കുറുനരികളെ പിടിച്ച ശേഷം സാംസൺ ഉണ്ടാക്കിയതെന്താണ്? കുറെ പന്തങ്ങൾ. 300 കുറുനരികളെ പിടിച്ച ശേഷം കുറെ പന്തങ്ങൾ ഉണ്ടാക്കിയ സാംസൺ എത്ര കുറുനരികളെ വീതമാണ് വാലോട് വാൽ ചേർത്ത് ബന്ധിച്ചത്? ഈ 2 എണ്ണത്തെ. 300 കുറുനരികളെ ഈ 2 എണ്ണം വീതം വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച സാംസൺ അവയ്ക്കിടയിൽ വച്ചു കെട്ടിയതെന്താണ്? പന്തം. കുറുനരികളുടെ വാലോട് വാൽ ചേർത്ത് പന്തത്തിൽ തീ കൊളുത്തിയ ശേഷം അവയെ സാംസൺ എവിടേക്കാണ് വിട്ടത്? ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക്. കുറുനരികളുടെ വാലോട് വാൽ ചേർത്ത പന്തത്തിലെ തീ കത്തിച്ചാമ്പലാക്കിയതെന്തൊക്കെയാണ്? വയലിൽ നിന്ന വിള, കൊയ്ത കറ്റ, ഒലിവുതോട്ടങ്ങൾ. വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവുതോട്ടങ്ങളും കത്തിച്ചാമ്പലാക്കിയതാരെന്ന ചോദ്യം ഉന്നയിക്കുന്നതാര്? ഫിലിസ്ത്യർ. തങ്ങളുടെ വയലിലെ വിളയും കൊയ്ത കറ്റയും ഒലിവുതോട്ടങ്ങളും കത്തിച്ചാമ്പലാക്കിയ സാംസനെ ആരുടെ മരുമകനായിട്ടാണ് ഫിലിസ്ത്യർ ചിത്രീകരിക്കുന്നത്? തിമ്നാക്കാരന്റെ. തങ്ങളുടെ വയലിലെ വിളയും കൊയ്ത കറ്റയും ഒലിവുതോട്ടങ്ങളും സാംസൺ കത്തിച്ചാമ്പലാക്കിയതിന് കാരണമായി ഫിലിസ്ത്യർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം സാംസന്റെ ഭാര്യയെ അമ്മായിയപ്പൻ കൂട്ടുകാരന് നൽകിയതിനാൽ. ഫിലിസ്ത്യരുടെ വയലിലെ വിളയും കൊയ്ത കറ്റയും ഒലിവുതോട്ടങ്ങളും സാംസൺ കത്തിച്ചാമ്പലാക്കിയതിന് പ്രതികാരമായി ഫിലിസ്ത്യർ ചെയ്തതെന്താണ്? സാംസന്റെ ഭാര്യയെയും പിതാവിനെയും അഗ്നിക്കിരയാക്കി. തന്റെ ഭാര്യയെയും ഭാര്യാപിതാവിനെയും അഗ്നിക്കിരയാക്കിയ ഫിലിസ്ത്യരോട് സാംസൺ ശപഥം ചെയ്ത് പറഞ്ഞതെന്താണ്? ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. തന്റെ ഭാര്യയെയും ഭാര്യാപിതാവിനെയും അഗ്നിക്കിരയാക്കിയ ഫിലിസ്ത്യരോട് സാംസൺ പ്രതികാരം ചെയ്ത വിധം ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു. ഫിലിസ്ത്യരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞ ശേഷം സാംസൺ പോയി താമസിച്ചതെവിടെയാണ്? ഏത്താം പാറക്കെട്ടിൽ. ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്ത ശേഷം സാംസൺ ഏത്താം പാറക്കെട്ടിൽ പോയി താമസിച്ചപ്പോൾ ഫിലിസ്ത്യർ യൂദായിൽ ചെന്ന് പാളയമടിച്ച് ആക്രമിച്ചതേത് പട്ടണത്തെയാണ്? ലേഹി പട്ടണത്തെ. ലേഹി പട്ടണം ആക്രമിച്ച ഫിലിസ്ത്യരോട് നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നതെന്തുകൊണ്ടെന്ന് ചോദിക്കുന്നതാര്? യൂദായിലെ ജനം. യൂദായിൽ പാളയമടിച്ച് ലേഹി പട്ടണം ആക്രമിച്ചതെന്തിനുവേണ്ടിയെന്നാണ് ഫിലിസ്ത്യർ യൂദാജനത്തോട് വ്യക്തമാക്കുന്നത്? സാംസൺ തങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ, സാംസനെ ബന്ധനസ്ഥനാക്കാൻ. ഏത്താം പാറക്കെട്ടിൽ താമസിക്കുകയായിരുന്ന സാംസനോട് യൂദായിലെ എത്ര ആളുകൾ ചെന്നാണ് സംസാരിച്ചത്? 3000. ഏത്താം പാറക്കെട്ടിൽ പോയി സംസാരിക്കുന്ന യൂദായിലെ 3000 ആളുകൾ തങ്ങളുടെ ഭരണാധികാരികൾ ആരെന്നാണ് സൂചിപ്പിക്കുക? ഫിലിസ്ത്യർ. ആരെന്നോട് ചെയ്തതുപോലെ ഞാനും അവരോട് ചെയ്തുവെന്നാണ് സാംസൺ യൂദാജനത്തെ അറിയിക്കുന്നത് ഫിലിസ്ത്യർ. സാംസനെ ബന്ധിച്ച് ആരുടെ കൈകളിൽ ഏൽപ്പിക്കാനാണ് യൂദായിലെ 3000 ആളുകൾ വന്നത്? ഫിലിസ്ത്യരുടെ. തന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുന്നവരോട് എന്തു ചെയ്യുകയില്ലെന്ന് സത്യം ചെയ്യാനാണ് സാംസൺ ആവശ്യപ്പെടുന്നത്. സാംസന്റെ മേൽ ചാടി വീഴുകയില്ലെന്ന്, സാംസനെ കൊല്ലുകയില്ലെന്ന് ഉറപ്പു നൽകുന്നതാരാണ്? യൂദായിലെ ജനം. സാംസനെ കൊല്ലുകയില്ല, മറിച്ച് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിക്കുകയേയുള്ളൂ എന്ന് ഉറപ്പു നൽകിയ യൂദാജനം സാംസനെ ബന്ധിച്ചതെന്തുകൊണ്ടാണ്? പുതിയ 2 കയറുകൊണ്ട്. യൂദാജനത്താൽ ബന്ധിക്കപ്പെട്ട് സാംസൺ ലേഹിയിലെത്തിയപ്പോൾ ആർപ്പുവിളികളോടെ കാണാനെത്തിയതാരാണ്? ഫിലിസ്ത്യർ. കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ട് ലേഹിയിലെത്തിച്ച സാംസനെ ആർപ്പുവിളികളോടെ
ഫിലിസ്ത്യർ കാണാനെത്തിയ അവസരത്തിൽ സാംസന്റെ മേൽ ശക്തിയോടെ വന്നത് കർത്താവിന്റെ ആത്മാവ്. കർത്താവിന്റെ ആത്മാവ് സാംസന്റെ മേൽ ശക്തിയോടെ വന്നപ്പോൾ സാംസനെ ബന്ധിച്ചിരുന്ന കയർ ആയിത്തീർന്നതേതുപോലെയാണ്? കരിഞ്ഞ ചണനൂൽ പോലെ. കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയാൽ സാംസനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി കെട്ടുകൾ അറ്റുവീണപ്പോൾ അവിടെ എന്തു കിടക്കുന്നതാണ് സാംസൺ കണ്ടത്? ചത്ത ഒരു കഴുതയുടെ താടിയെല്ല്. ചത്ത കഴുതയുടെ താടിയെല്ലുകൊണ്ട് സാംസൺ എത്ര പേരെയാണ് കൊന്നത്? 1000 പേരെ. 1000 പേരെ കൊന്ന ശേഷം സാംസൺ ചത്ത കഴുതയുടെ താടിയെല്ല് എറിഞ്ഞുകളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര് റാമാത്ത് ലെഹി. സാംസന്റെ ദാഹത്തെക്കുറിച്ച് സൂചനയുള്ള ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ അധ്യായം 15 വാക്യം 18. വലിയ ദാഹമുണ്ടായ സാംസൺ തുടർന്ന് ചെയ്തതെന്താണ്? കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. വലിയ ദാഹമുണ്ടായി കർത്താവിനെ വിളിച്ചപേക്ഷിച്ച സാംസൺ താൻ ദാഹം കൊണ്ട് മരിച്ച് ആരുടെ കൈകളിൽ വീഴണമോ എന്നാണ് കർത്താവിനോട് പരാതിപ്പെടുന്നത്? അപരിച്ഛേദിതരുടെ. വലിയ ദാഹത്താൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന സാംസൺ സ്വയം വിശേഷിപ്പിക്കുന്നത് എപ്രകാരമാണ്? കർത്താവിന്റെ ദാസൻ, അവിടുത്തെ ദാസൻ. കർത്താവിന്റെ ദാസനായ തന്റെ കരങ്ങളിലൂടെ കർത്താവ് തനിക്ക് നേടിത്തന്നിരിക്കുന്നതായി സാംസൺ കർത്താവിനോട് പറയുന്നതെന്താണ്? വലിയ വിജയം. വലിയ ദാഹത്താൽ വലഞ്ഞ സാംസന്റെ അപേക്ഷയെ തുടർന്ന് കർത്താവ് തുറന്നതെന്താണ്? ലേഹിയിൽ ഉള്ള പൊള്ളയായ ഒരു സ്ഥലം. പൊള്ളയായ സ്ഥലത്തുനിന്ന് പുറപ്പെട്ട ജലം കുടിച്ച് സാംസൺ ഊർജ്ജസ്വലനായ സ്ഥലത്തിന് നൽകപ്പെട്ട പേര് എൻഹക്കോർ. ഫിലിസ്ത്യരുടെ കാലത്ത് എത്ര വർഷമാണ് സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നത്? 20 വർഷം. ന്യായാധിപന്മാരുടെ 15-ാം അധ്യായത്തിലെ ഏക തലക്കെട്ട് ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 20. അധ്യായം 16. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത്? 31. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ എത്ര തലക്കെട്ടുകൾ കാണുന്നുണ്ട്? ഏതൊക്കെയാണിവ? 2. സാംസനും ദലീലായും. സാംസന്റെ മരണം. ലേഹിയിലുള്ള പൊള്ളയായ സ്ഥലത്തിൽ നിന്നും പുറപ്പെട്ട വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായ ശേഷം സാംസൺ പോയ സ്ഥലം ഗാസ. ഗാസായിൽ വെച്ച് സാംസൺ കണ്ടുമുട്ടിയതാരെയെന്നാണ് 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത്? ഒരു സ്വൈരിണിയെ. സാംസൺ ഗാസയിലെത്തിയതറിഞ്ഞ് അവിടം വളഞ്ഞതാര്? ഗാസാ നിവാസികൾ. ഗാസ വളഞ്ഞ് പട്ടണവാതിൽക്കൽ പതിയിരുന്ന ഗാസാ നിവാസികൾ രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നതെന്തു പറഞ്ഞാണ്? പ്രഭാതം വരെ കാത്തിരിക്കാം, രാവിലെ അവനെ നമുക്ക് കൊല്ലാം. ഗാസാ നിവാസികൾ തന്നെ കൊല്ലാനായി പട്ടണം വളഞ്ഞിരിക്കുന്നുവെന്നറിഞ്ഞ സാംസൺ എഴുന്നേറ്റ് പറിച്ചെടുത്തതെന്തായിരുന്നു? പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിള. ഗാസാ നിവാസികളിൽ നിന്ന് രക്ഷപ്പെടാനായി പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിള പറിച്ചെടുത്ത് തോളിൽ വച്ച് സാംസൺ പോയതെവിടേക്കാണ്? മലമുകളിലേക്ക്. ഗാസയിലെ സ്വൈരിണിയെ കണ്ടുമുട്ടിയ ശേഷം സാംസൺ സ്നേഹിച്ച സ്ത്രീ ദലീല. ദലീലയുടെ സ്വദേശം സോറേക്ക് താഴ്വര. സാംസനെ വശീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദലീലയുടെ അടുത്തുവന്നതാര്? ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ. സാംസനെ വശീകരിച്ച് എന്തൊക്കെ വിവരങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ ദലീലയോട് ആവശ്യപ്പെടുന്നത്? സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും. സാംസനെ വശീകരിച്ച് അവന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും തങ്ങളെ അറിയിക്കുന്നതിന് പ്രതിഫലമായി ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ ദലീലയ്ക്ക് വാഗ്ദാനം ചെയ്തതെന്താണ്? 1100 വെള്ളിനാണയം. സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി തന്നോട് പറയണമെന്ന് സാംസനോട് അഭ്യർത്ഥിക്കുന്നതാര്? ദലീല. തന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും തന്നോട് പറയണമെന്നുള്ള ദലീലയുടെ ആദ്യ അപേക്ഷയോട് തന്നെ എന്തുകൊണ്ട് ബന്ധിച്ചാൽ താൻ മറ്റു മനുഷ്യരെപ്പോലെയാകുമെന്നാണ് സാംസൺ ദലീലയോട് പറയുക? ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട്. സാംസനെ ബന്ധിക്കാനായി ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നതാര്? ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ കൊണ്ടുവന്ന ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ട് സാംസനെ ബന്ധിച്ചതാര്? ദലീല. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ കൊണ്ടുവന്ന ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ട് സാംസനെ ബന്ധിച്ച ദലീല ആളുകളെ എവിടെയാണ് പതിയിരുത്തിയത്? ഉൾമുറിയിൽ.
ഉൾമുറിയിൽ ആളുകളെ പതിയിരുത്തി ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ട് സാംസനെ ബന്ധിച്ച ദലീല തുടർന്ന് സാംസനോട് പറഞ്ഞതെന്ത്? സാംസൻ, ഇതാ ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു. തന്നെ ബന്ധിച്ചിരുന്ന ഉണങ്ങാത്ത പുതിയ 7 ഞാണിനെ സാംസൺ പൊട്ടിച്ചു കളഞ്ഞ വിധം, അഗ്നി ചണനൂലിനെ എന്ന പോലെ. നീ എന്നെ കബളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു. ആര് ആരോട് പറഞ്ഞതാണിത്? ദലീല സാംസനോട്. തന്റെ ശക്തിയുടെ രഹസ്യം അറിയണമെന്നുള്ള ദലീലയുടെ 2ാം പ്രാവശ്യത്തെ അഭ്യർത്ഥനയോട് തന്നെ എന്തുകൊണ്ട് ബന്ധിച്ചാൽ താൻ ദുർബലനായി മറ്റാരെയും പോലെയാകുമെന്നാണ് സാംസൺ ദലീലയോട് പറയുക? ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട്. പുതിയ കയറുകൊണ്ടുവന്ന് സാംസനെ കെട്ടിയതാര്? ദലീല. പുതിയ കയറുകൊണ്ടുവന്ന് സാംസനെ കെട്ടിയ ശേഷം ദലീല സാംസനോട് പറഞ്ഞത്, സാംസൻ, ഇതാ ഫിലിസ്ത്യർ വരുന്നു. തന്നെ കെട്ടിയിരുന്ന കയർ ഏതുപോലെയാണ് സാംസൻ പൊട്ടിച്ചു കളഞ്ഞത്? നൂലുപോലെ. ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു, എന്നോട് നീ കളവു പറഞ്ഞു. സാംസനോട് ഇപ്രകാരം പരാതിപ്പെടുന്നതാര്? ദലീല. തന്റെ ശക്തിയുടെ രഹസ്യം അറിയണമെന്ന് ദലീല 3ാമത്തെ തവണ ആവശ്യപ്പെട്ടപ്പോൾ മറ്റു മനുഷ്യരെപ്പോലെ താൻ ബലഹീനനാകുന്നതെപ്പോഴെന്നാണ് സാംസൺ ദലീലയോട് പറയുന്നത്. സാംസന്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്താൽ. സാംസന്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്തതാരായിരുന്നു? ദലീല. സാംസൺ ഉറങ്ങുമ്പോൾ അവന്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്ത ശേഷം ദലീല സാംസനോട് പറഞ്ഞതെന്താണ്? സാംസൻ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. സാംസൺ ഉറങ്ങുമ്പോൾ ദലീല അവന്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്തപ്പോൾ സാംസൺ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ് വലിച്ചു പൊളിച്ചതെന്താണ്? ആണിയും തറിയും പാവും. നിന്റെ ഹൃദയം എന്നോടുകൂടെ ഇല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കെങ്ങനെ പറയാൻ കഴിയും? ദലീല സാംസനോട് ചോദിക്കുന്നത് എത്രാമത്തെ തവണ സാംസന്റെ ശക്തിയുടെ ഉറവിടം മനസ്സിലാക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോഴാണ്? 3ാമത്തെ തവണ. 3ാമത്തെ തവണയും സാംസന്റെ ശക്തിയുടെ ഉറവിടം മനസ്സിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ദലീല സാംസൺ തന്നോട് ചെയ്തിരിക്കുന്നതായി പറയുന്നത് അവഹേളിച്ചിരിക്കുന്നുവെന്ന്. ദിവസം തോറും ദലീല സാംസനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നതെന്തിനു വേണ്ടിയാണ്? സാംസന്റെ അജയ്യശക്തി എവിടെ കുടികൊള്ളുന്നുവെന്നറിയാൻ. തന്റെ അജയ്യശക്തി എവിടെ കുടികൊള്ളുന്നുവെന്നറിയാനുള്ള ദലീലയുടെ ദിവസം തോറുമുള്ള നിർബന്ധപൂർവമായ അലട്ടൽ സാംസന് തുല്യമായി തീർന്നതെന്തിനാണ്? മരണത്തിന്. തന്റെ അജയ്യശക്തി എവിടെ കുടികൊള്ളുന്നുവെന്നറിയാനുള്ള ദലീലയുടെ ദിവസം തോറുമുള്ള നിർബന്ധപൂർവമായ അലട്ടൽ മരണത്തിന് തുല്യമായി തീർന്നപ്പോൾ സാംസൺ ചെയ്തതെന്താണ്? രഹസ്യം തുറന്നു പറഞ്ഞു. തന്റെ തലയിൽ എന്തു സ്പർശിച്ചിട്ടില്ലെന്നാണ് സാംസൺ ദലീലയോട് വ്യക്തമാക്കുന്നത്. ക്ഷൗരക്കത്തി. ക്ഷൗരക്കത്തി തലയിൽ സ്പർശിച്ചിട്ടില്ലാത്ത സാംസൺ ജനനം മുതൽ ദൈവത്തിന് സമർപ്പിതനായിരിക്കുന്നതാരായിട്ടാണ്? നാസീർ വ്രതക്കാരൻ. ക്ഷൗരക്കത്തി തലയിൽ സ്പർശിച്ചിട്ടില്ലാത്ത ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായ സാംസൺ ശക്തി നഷ്ടപ്പെട്ട് മറ്റു മനുഷ്യരെപ്പോലെയാകുന്നതെപ്പോഴാണ്? സാംസന്റെ മുടി വെട്ടുമ്പോൾ. സാംസൺ ജനനം മുതൽ ആജീവനാന്തം ദൈവത്തിന് നാസീർ വ്രതക്കാരനാണെന്ന ആശയം ആവർത്തിക്കപ്പെടുന്ന വാക്യങ്ങൾ 16-ാം അധ്യായം 17-ാം വാക്യം, 13-ാം അധ്യായം 5-7 വാക്യങ്ങൾ. സത്യം തുറന്നു പറഞ്ഞ വ്യക്തിയായി ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ ചിത്രീകരിക്കപ്പെടുന്ന വ്യക്തി സാംസൺ. തന്റെ ശക്തിയുടെ രഹസ്യം സാംസൺ തുറന്നു പറയുന്നത് ആരോടാണ്? ദലീലയോട്. സാംസന്റെ ശക്തിയുടെ രഹസ്യം മനസ്സിലാക്കിയ ദലീല ഇക്കാര്യം അറിയിക്കുന്നതാരെയാണ്? ഫിലിസ്ത്യരുടെ നേതാക്കളെ. സാംസന്റെ ശക്തിയുടെ രഹസ്യം ദലീലയിൽ നിന്നും മനസ്സിലാക്കിയ ഫിലിസ്ത്യരുടെ നേതാക്കൾ എന്തുമായിട്ടാണ് ദലീലയുടെ അടുക്കലെത്തിയത്? പണവുമായി. സാംസനെ മടിയിൽ കിടത്തി ഉറക്കിയ ശേഷം ഒരാളെക്കൊണ്ട് ദലീല ചെയ്തതെന്താണ്? സാംസന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. സാംസന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ച ശേഷം സാംസനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങിയതാര്? ദലീല. സാംസന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്തപ്പോൾ സാംസണിൽ നിന്ന് വിട്ടുപോയതെന്താണ്? സാംസന്റെ ശക്തി. സാംസന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യുകയും സാംസന്റെ ശക്തി അവനിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്ത അവസരത്തിൽ സാംസനെ ആക്രമിക്കാൻ വരുന്നതാരെന്നാണ് ദലീല പറയുന്നത്? ഫിലിസ്ത്യർ.
കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അറിയാത്ത ന്യായാധിപനാരെന്നാണ് 17-ാം അധ്യായത്തിൽ സൂചിപ്പിക്കപ്പെടുന്നത്. സാംസൺ. കർത്താവ് വിട്ടുപോയ സാംസനെ പിടിച്ച ഫിലിസ്ത്യർ ചെയ്തതെന്താണ്? കണ്ണ് ചൂഴ്ന്നെടുത്തു. കണ്ണ് ചൂഴ്ന്നെടുത്ത ശേഷം സാംസനെ ഫിലിസ്ത്യർ കൊണ്ടുപോയതെവിടേക്കാണ്? ഗാസയിലേക്ക്. സാംസനെ പിടിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത് ഗാസയിലേക്ക് കൊണ്ടുപോയ ഫിലിസ്ത്യർ എന്തുകൊണ്ടു ബന്ധിച്ചാണ് സാംസനെ കാരാഗൃഹത്തിലാക്കിയത്? ഓട്ടുചങ്ങലകൊണ്ട്. ഓട്ടുചങ്ങലകൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കിയ സാംസന് ഫിലിസ്ത്യർ നൽകിയ ജോലി മാവ് പൊടിക്കുന്ന ജോലി. തലമുണ്ടനത്തിനു ശേഷവും സാംസണിൽ സംഭവിച്ചുകൊണ്ടിരുന്നതെന്താണ്? തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു. ഫിലിസ്ത്യരുടെ ദേവൻ ദാഗോൻ. ഫിലിസ്ത്യദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ചു കൂടിയതാരാണ്? ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. തങ്ങളുടെ ദേവനായ ദാഗോൻ ആരെ തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നാണ് ഫിലിസ്ത്യ ജനങ്ങൾ പറയുന്നത്? ശത്രുവായ സാംസനെ. ആരെ കണ്ടപ്പോഴാണ് ഫിലിസ്ത്യ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചുകൊണ്ട് സംസാരിക്കുന്നത്? സാംസനെ. ദാഗോന് ബലിയർപ്പിക്കാൻ എത്തിച്ചേർന്ന അവസരത്തിൽ ശത്രുവായ സാംസൺ തങ്ങളോട് ചെയ്ത 2 കാര്യങ്ങൾ ഫിലിസ്ത്യ ജനങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണിവ? നമ്മുടെ ദേശം നശിപ്പിച്ചവൻ, നമ്മിൽ അനേകരെ കൊന്നവൻ. ഫിലിസ്ത്യരുടെ ദേശം നശിപ്പിച്ചവനും അനേകം ഫിലിസ്ത്യരെ കൊന്നവനുമായ സാംസനെ കണ്ടപ്പോൾ സന്തോഷിച്ച് മതിമറന്ന ഫിലിസ്ത്യ ജനങ്ങൾ തങ്ങളുടെ മുൻപിൽ എന്തു കാണിക്കാനാണ് സാംസനെ വിളിക്കാൻ പറയുന്നത്? അഭ്യാസം. കാരാഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്ന സാംസൺ ഫിലിസ്ത്യ ജനങ്ങളുടെ മുൻപിൽ പ്രകടിപ്പിച്ചതെന്താണ്? അഭ്യാസം. ബന്ധനസ്ഥനാക്കപ്പെട്ട സാംസന്റെ കൈക്ക് പിടിച്ചിരുന്നതാരെന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്? ബാലൻ. കണ്ണു ചൂഴ്ന്നെടുക്കപ്പെട്ട് ഓട്ടുചങ്ങലകൊണ്ട് ബന്ധിക്കപ്പെട്ട സാംസൺ ചാരി നിൽക്കാൻ തപ്പി നോക്കിയതെന്താണ്? കെട്ടിടത്തിന്റെ തൂണുകൾ. സാംസനെ അഭ്യാസം കാണിക്കാൻ കൊണ്ടുവന്ന കെട്ടിടം ആരെക്കൊണ്ടാണ് നിറഞ്ഞിരുന്നത്? പുരുഷന്മാരെയും സ്ത്രീകളെയും. സാംസനെ അഭ്യാസം കാണിക്കാൻ കൊണ്ടുവന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ടു നിറഞ്ഞിരുന്ന കെട്ടിടത്തിൽ സന്നിഹിതരായിരുന്നവർ ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാവരും. കെട്ടിടത്തിന്റെ മേൽത്തട്ടിൽ ഏകദേശം എത്ര സ്ത്രീ പുരുഷന്മാരാണ് സാംസന്റെ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നത്? 3000. കണ്ണു ചൂഴ്ന്നെടുക്കപ്പെട്ട് ഫിലിസ്ത്യരുടെ മുൻപിൽ അഭ്യാസം കാണിക്കാൻ നിർബന്ധിതനായി തീർന്ന സാംസൺ വിളിച്ചപേക്ഷിച്ചതാരെയാണ്? കർത്താവിനെ. കർത്താവ് വിട്ടുപോയ സാംസൺ മരണത്തിനു മുൻപ് കർത്താവിനെ വിളിച്ചു സമർപ്പിച്ച അപേക്ഷ. ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ. മരണത്തിനു മുൻപ് ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ എന്നപേക്ഷിക്കുന്ന സാംസൺ തന്നെ എന്തിനു ശക്തനാക്കണമെന്നാണ് യാചിക്കുക? തന്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ. തന്നെ ഓർക്കണമെന്നും ശക്തനാക്കണമെന്നും അവസാനമായി കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന സാംസൺ പിടിച്ചതെന്താണ്? കെട്ടിടം താങ്ങിയിരുന്ന 2 നെടും തൂണുകളെ. കെട്ടിടം താങ്ങിയിരുന്ന 2 നെടും തൂണുകളെ പിടിച്ച സാംസൺ അത് തള്ളിയതെപ്രകാരമാണ്? വലത്തുകൈ ഒന്നിലും ഇടതുകൈ മറ്റേതിലും വച്ച്. വലിയ ന്യായാധിപനായ സാംസന്റെ അവസാന വാക്കുകൾ: ഫിലിസ്ത്യരോടുകൂടെ ഞാനും മരിക്കട്ടെ. കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടും തൂണുകളെ തന്റെ വലത് ഇടത് കൈകളാൽ തള്ളി സർവശക്തിയും ഉപയോഗിച്ച് സാംസൺ കുനിഞ്ഞപ്പോൾ കെട്ടിടം വീണതാരുടെ മേലാണ്? പ്രഭുക്കന്മാരുടെയും മറ്റാളുകളുടെയും മേൽ. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു. ഏത് ന്യായാധിപനുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണിത്? സാംസൺ. സാംസന്റെ മൃതശരീരം ആര് വന്നാണ് കൊണ്ടുപോയത്? സഹോദരന്മാരും കുടുംബക്കാരും. സാംസന്റെ ശരീരം കൊണ്ടുപോയ സഹോദരന്മാരും കുടുംബക്കാരും അത് സംസ്കരിച്ചതാരുടെ ശവകുടീരത്തിലാണ്? പിതാവായ മനോവയുടെ. സാംസൺ 20 വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയെന്ന് ആവർത്തിക്കപ്പെടുന്ന അധ്യായവാക്യങ്ങൾ. അധ്യായം 15 വാക്യം 20, അധ്യായം 16 വാക്യം 31. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 17. ന്യായാധിപന്മാരുടെ 17-ാം അധ്യായത്തിലെ വാക്യങ്ങൾ. 13. ന്യായാധിപന്മാരുടെ 17-ാം അധ്യായത്തിലെ ഏക തലക്കെട്ട്: മിക്കായുടെ പൂജാഗ്രഹം. എഫ്രായിം മലനാട്ടിൽ ഉണ്ടായിരുന്നതാരെന്നാണ് 17-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? മിക്ക. ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ മിക്ക സംസാരിക്കുന്നത് ആരോടാണ്? മിക്കായുടെ അമ്മയോട്. മിക്കായുടെ അമ്മ എന്ത് നഷ്ടപ്പെട്ടതിനെപ്പറ്റിയാണ് ശാപം ഉച്ചരിക്കുന്നത്? 1100 വെള്ളി നാണയങ്ങൾ.
1100 വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ട വിവരം മിക്കായുടെ അമ്മ രഹസ്യമായി പറഞ്ഞത് ആരോടാണ്? മിക്കായോട്. മിക്കായുടെ അമ്മയുടെ നഷ്ടപ്പെട്ട 1100 വെള്ളി നാണയങ്ങൾ എടുത്തത് ആരായിരുന്നു? മിക്ക. ന്യായാധിപന്മാരുടെ 17-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന ആശംസ ആർക്കാണ് നൽകുന്നത്? മിക്കായുടെ അമ്മ മിക്കായ്ക്ക്. നഷ്ടപ്പെട്ട 1100 വെള്ളി നാണയങ്ങൾ തിരികെ ലഭിച്ച മിക്കായുടെ അമ്മ ഉച്ചരിക്കുന്ന വചനങ്ങൾ: എന്റെ മകനെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. തിരികെ ലഭിച്ച 1100 വെള്ളി നാണയങ്ങൾ എന്തുണ്ടാക്കാനാണ് മിക്കായുടെ അമ്മ കർത്താവിന് മാറ്റിവെക്കുന്നത്? ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും. മിക്ക തിരികെ നൽകിയ 1100 വെള്ളി നാണയങ്ങളിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങളാണ് മിക്കായുടെ അമ്മ തട്ടാനെ ഏൽപ്പിക്കുക? 200. മിക്കായുടെ അമ്മ നൽകിയ 200 വെള്ളി നാണയങ്ങൾ കൊണ്ട് തട്ടാൻ നിർമ്മിച്ചത് എന്ത്? ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും. 200 വെള്ളി നാണയങ്ങൾ കൊണ്ട് തട്ടാൻ നിർമ്മിച്ച കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും പ്രതിഷ്ഠിച്ചത് എവിടെയാണ്? മിക്കായുടെ ഭവനത്തിൽ. എഫ്രായിം മലനാട്ടിലെ മിക്കായ്ക്ക് ഉണ്ടായിരുന്നതായി 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത് ഒരു പൂജാഗ്രഹം. പൂജാഗ്രഹമുണ്ടായിരുന്ന കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും ഭവനത്തിൽ പ്രതിഷ്ഠിച്ച മിക്ക ഉണ്ടാക്കിയത് എന്താണ്? ഒരു എഫോദും വിഗ്രഹങ്ങളും. പൂജാഗ്രഹമുണ്ടായിരുന്ന കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും ഭവനത്തിൽ പ്രതിഷ്ഠിച്ച ഒരു എഫോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കിയ മിക്ക പുരോഹിതനായി അവരോധിച്ചത് ആരെയാണ്? തന്റെ ഒരു പുത്രനെ. മിക്കായുടെ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ ഉണ്ടായിരുന്നില്ലെന്ന് സൂചിപ്പിക്കപ്പെടുന്നത് എന്താണ്? രാജവാഴ്ച. മിക്കായുടെ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്നതിനാൽ ഓരോരുത്തരും പ്രവർത്തിച്ചു പോന്നത് എന്താണ് യുക്തമെന്ന് തോന്നിയത്? എഫ്രായിം മലനാട്ടിൽ മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നതുപോലെ യൂദായിലെ ബേത്ലഹേമിൽ ഉണ്ടായിരുന്നത് ആരാണ്? യൂദാവംശജനായ ഒരു യുവാവ്. 17-ാം അധ്യായത്തിൽ സൂചിപ്പിക്കപ്പെടുന്ന യൂദാവംശജനായ ലേവ്യനായ യുവാവ് വന്നുപാർത്തത് എവിടെയാണ്? യൂദായിലെ ബേത്ലഹേമിൽ. യൂദായിലെ ബേത്ലഹേമിൽ വന്നുപാർത്ത യൂദാവംശജനായ ഒരു ലേവ്യൻ എന്തന്വേഷിച്ചാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്? ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം. യൂദായിലെ ബേത്ലഹേമിൽ നിന്ന് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ചു പുറപ്പെട്ട യൂദാവംശജനായ യുവാവ് യാത്ര ചെയ്ത് എത്തിയത് എവിടെയാണ്? മിക്കായുടെ ഭവനത്തിൽ. ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമന്വേഷിച്ച് യൂദായിലെ ബേത്ലഹേമിൽ നിന്ന് എഫ്രായിം മലനാട്ടിലെ മിക്കായുടെ ഭവനത്തിലെത്തിയ യൂദാവംശജനായ യുവാവിനോട് മിക്കായുടെ ചോദ്യം എന്തായിരുന്നു? നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടെ നിന്ന് വരുന്നുവെന്ന മിക്കായുടെ ചോദ്യത്തിന് താൻ എവിടെ നിന്ന് വന്നവനാണെന്നാണ് യൂദാവംശജനായ യുവാവ് പറയുക. യൂദായിലെ ബേത്ലഹേം. താൻ എന്തന്വേഷിക്കുകയാണെന്നാണ് യൂദാവംശജനായ യുവാവ് മിക്കായോട് പറയുന്നത്? താമസിക്കാൻ ഒരു സ്ഥലം. താമസിക്കാൻ ഒരു സ്ഥലമന്വേഷിച്ച് തന്റെ ഭവനത്തിലെത്തിയ യൂദാവംശജനായ യുവാവിനോട് തന്നോടുകൂടെ താമസിച്ചുകൊണ്ട് ആരായിരിക്കാനാണ് മിക്ക ആവശ്യപ്പെടുന്നത്? ഒരു പിതാവും പുരോഹിതനും. മിക്കായ്ക്ക് ഒരു പിതാവും പുരോഹിതനുമായിരിക്കുന്ന യൂദാവംശജനായ യുവാവിന് വർഷം തോറും നൽകാമെന്ന് മിക്ക വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലം എന്താണ്? 10 വെള്ളി നാണയങ്ങൾ, വസ്ത്രം, ഭക്ഷണം. മിക്കായ്ക്ക് പിതാവും പുരോഹിതനുമായ യൂദാവംശജനായ യുവാവിന് മിക്ക ആരെപ്പോലെയായിരുന്നു? പുത്രനെപ്പോലെ. യൂദാവംശജനും ലേവ്യനും യൂദായിലെ ബേത്ലഹേമിൽ പാർത്തിരുന്നവനുമായ യുവാവിനെ മിക്ക അവരോധിച്ചത് ആരായിട്ടാണ്? പുരോഹിതനായി. പുരോഹിതനായി അവരോധിക്കപ്പെട്ട യൂദാവംശജനായ യുവാവ് താമസമാക്കിയത് എവിടെയാണ്? മിക്കായുടെ ഭവനത്തിൽ. തന്റെ അമ്മയിലൂടെ കർത്താവിന്റെ അനുഗ്രഹം ലഭിച്ച മിക്ക തന്നെ ആരനുഗ്രഹിക്കുമെന്നാണ് അറിയുന്നത്? കർത്താവ്. കർത്താവ് തന്നെ അനുഗ്രഹിക്കുമെന്ന് മിക്ക കരുതുന്നതിനുള്ള കാരണമെന്തായിരുന്നു? ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതിനാൽ. ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ കടന്നുവരുന്ന കഥാപാത്രങ്ങൾ, വ്യക്തികൾ: മിക്ക, മിക്കായുടെ അമ്മ, തട്ടാൻ, മിക്കായുടെ പുത്രൻ, യൂദാവംശജനായ യുവാവ്. ന്യായാധിപന്മാരുടെ 17-ാം അധ്യായത്തിൽ കടന്നുവരുന്ന സ്ഥലങ്ങൾ: എഫ്രായിം മലനാട്, ഇസ്രായേൽ, യൂദ, ബേത്ലഹേം. എഫ്രായിം മലനാടിനെക്കുറിച്ച് ന്യായാധിപന്മാർ 17-ാം അധ്യായത്തിൽ എത്ര തവണ പരാമർശിക്കപ്പെടുന്നുണ്ട്? 2 തവണ.